പുലിപ്പല്ല് കൈവശം വെച്ചതിന് അറസ്റ്റിലായ റാപ്പർ വേടനെ തൃശൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാവിലെയാണ് വനംവകുപ്പ് വിയൂർ പവർ ഹൗസ് ജംഗ്ഷനിലെ സരസ ജ്വല്ലറി വർക്സിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. റാപ്പർ വേടന്റെ 2 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. രേണുക രാജേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. രേണുക, ഈ ഒരു കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള പോലീസ് നടപടികൾ എങ്ങനെയായിരിക്കും? വിശദാംശങ്ങളുമായി രേണുക രാജേന്ദ്രൻ അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളോടൊപ്പം ചേരും. പുലിപ്പല്ല് കൈവശം വെച്ചതിന് ഇപ്പോൾ കസ്റ്റഡി കാലാവധിയിലാണ് റാപ്പർ വേടൻ. തൃശ്ശൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു. അതേസമയം മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ടും നിരീക്ഷണത്തിലും ഒക്കെയാണ്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചും നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഏറെ നാളായി വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു റാപ്പർ വേടൻ എന്നുള്ളത് കൂടിയാണ് കഴിഞ്ഞ ദിവസം വനം മന്ത്രി AK ശശീന്ദ്രൻ അടക്കം സൂചിപ്പിച്ചിരുന്നത്. രേണുക രാജേന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. രേണുക, കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള പോലീസ് നടപടികൾ വ്യക്തമാക്കുക. നിലവിൽ കാളിദാസൻ വ്യക്തമാക്കാൻ കഴിയുന്നത് ഇപ്പോൾ വേടനെ തൃശൂർ ജ്വല്ലറിയിൽ എത്തിച്ചും തെളിവെടുപ്പ് നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൃശൂരിലെ വേടന്റെ വീട്ടിലെത്തിയും തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം തന്നെ വേടൻ ഇപ്പോൾ കോടനാട് എത്തിക്കുന്നുണ്ട്. തൃശൂർ ജ്വല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്തിയപ്പോൾ കട ഉടമ സന്തോഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് 8 മാസം മുമ്പാണ് വേടൻ ഈ കടയിൽ വരുന്നതും ലോക്കറ്റിൽ അല്ലെങ്കിൽ ഈ പുലിപ്പല്ലുള്ള ലോക്കറ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വേടന്റെ ഏതൊരു സുഹൃത്താണ് അവിടെ എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. വെറും 1000 രൂപയുടെ ഒരു പണി മാത്രമാണ് അവിടെ നടന്നത്. അതിനുശേഷമാണ് തിരികെ, അല്ലെങ്കിൽ അത് പണിത് പൂർത്തിയായതിനു ശേഷം ആ ലോക്കറ്റ് വാങ്ങാൻ മാത്രമാണ് വേടൻ അവിടെ വന്നതെന്നാണ് കടയുടമയും പറയുന്നത്. മറ്റു കാര്യങ്ങളെ പറ്റി ഇത് ശരിക്കുമുള്ള ഒരു പുലിപ്പല്ലാണോ എന്നുള്ള കാര്യത്തിൽ കടയുടമയ്ക്കും വ്യക്തമല്ല. അതോടൊപ്പം തന്നെ ഈ പ്രതിയായ വേടനും ഈ കാര്യത്തിൽ വ്യക്തതയില്ലായിരുന്നു. ഇത് ശരിക്കുമുള്ള പുലിപ്പല്ലാണോ എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലായിരുന്നു. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ വീട്ടിലെത്തിച്ച് വേടനെ തെളിവെടുപ്പ് നടത്തിയപ്പോഴും വേടൻ പറയുന്നത് പാവങ്ങളാണ്, അവരെ ഉപദ്രവിക്കരുത്, ചോദ്യം ചെയ്യിച്ച് ബുദ്ധിമുട്ടിക്കില്ല. വീട്ടിലെ അമ്മയും സഹോദരങ്ങളെ ചേർത്താണ് വേടൻ ഈ പറഞ്ഞത്. പാവങ്ങളാണ്, അവരെ ഉപദ്രവിക്കരുത്, വീട്ടിലെത്തിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന രീതിയിലൊക്കെ വേടൻ പറയുന്നുണ്ട്. എന്റെ കേസിലേക്ക് ഞാൻ മാത്രം മതി, എന്തിനാണ് വീട്ടുകാരെയും വഴിച്ചിരയ്ക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ മാറുന്നുണ്ട്. എന്തായാലും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വേടൻ ഇപ്പോൾ ഈ 6 ഗ്രാം കഞ്ചാവ് കേസിൽ നിന്നും വേടൻ ഇപ്പോൾ നിലവിൽ ശരിക്കുമുള്ളൊരു കേസ്, അല്ലെങ്കിൽ വനം വകുപ്പിന്റെ കേസിലേക്ക് തന്നെയാണ് വേടന്റെ കാര്യങ്ങളെല്ലാം പോകുന്നത്. ഈ പുലിപ്പല്ല് കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ മൃഗവേട്ട നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു ശ്രീലങ്കൻ വംശജനായ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു തമിഴ്നാട് സ്വദേശിയിൽ നിന്നാണ് വേടൻ ഈ പുലിപ്പല്ല് ലഭിച്ചു എന്നൊരു കാര്യത്തിലെല്ലാം വ്യക്തത വരുന്നുണ്ട്. എന്തായാലും ഇൻസ്റ്റഗ്രാം പേജിൽ, ഈ വേടന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ രഞ്ജിത്തും വേടനും തമ്മിൽ സംസാരിച്ച സംഭാഷണങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വേടൻ ശരിക്കും മൃഗത്തിനെ വേട്ടയാടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ മൃഗത്തിന്റെ, അല്ലെങ്കിൽ വന്യമൃഗത്തിന്റെ അവശിഷ്ടങ്ങൾ, നഖമോ പല്ലോ ശരീരഭാഗങ്ങളോ കയ്യിൽ വയ്ക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരം വളരെ കുറ്റകരമാണ്. 7 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാൻ കഴിയുന്ന ഒരു കുറ്റമാണ്. ഈ രീതിയിലൊക്കെ എല്ലാം മാറുന്ന സമയത്തിലാണ് ഇത് കൃത്യമായ രീതിയിൽ വേടന്റെ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ നൽകിയതാണോ, അതോ വേടനെ മറ്റേതെങ്കിലും രീതിയിൽ ലഭിച്ചിട്ടുണ്ടോ? വേടന്റെ അമ്മ കൂടി ഒരു ശ്രീലങ്കൻ വംശജയാണ്. ഈ രീതിയിലെല്ലാം വനം വകുപ്പിന് ഒരു കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ അമ്മയും ശ്രീലങ്കൻ വംശജയായതുകൊണ്ട് തന്നെ ഈ സുഹൃത്തും, അല്ലെങ്കിൽ ഈ വേടനെ നൽകിയ ഒരു ആരാധകനും ഒരു ശ്രീലങ്കൻ വംശജനായതുകൊണ്ട് തന്നെ കേസ് ആ രീതിയിലേക്കും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വേടന്റെ ഏറ്റവും ശക്തമായ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തെളിവെടുപ്പെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇന്നൊരു കസ്റ്റഡി കാലാവധി വേടന് അവസാനിച്ചിരിക്കുകയാണ്. കോടനാടേക്ക് വേടനെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്നും തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം വേടനെ കോടനാട്ടേക്ക് എത്തിക്കുകയാണ്. മെയ് 2-നായിരിക്കും ജാമ്യാപേക്ഷയുമായി വേടൻ ഒരുപക്ഷെ കോടതിയെ സമീപിക്കാൻ കഴിയുന്നത്. കാളിദാസ്. ശരി.